ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജിക്കാരുടെ ഫസ്റ്റ് സെമ്മിൻ്റെ ഒരു അനുബന്ധ പേപ്പറായ വേൾഡ് ഹിസ്റ്ററിയിലെ 5ാമത്തെ ബ്ലോക്കിലെ ചില പ്രധാന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുകൾ എവിടെ വരും എന്നുള്ളതും വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. കൂടാതെ ഈ ക്വസ്റ്റ്യൻ യൂണിറ്റുകൾ വേണമെങ്കിൽ PDF ആയിട്ടുണ്ട്, പെയ്ഡ് PDF ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ അറിയിക്കുക. അതേപോലെ ഫുള്ള് നോട്ട്സ്, മലയാള നോട്ട്സ് ഉണ്ട്. ഹെഡിങ്ങുകൾ ഇംഗ്ലീഷിലുണ്ടാവും, നോട്ട്സ് വിശദീകരണം മലയാളത്തിലായിട്ട് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വരിക. വീഡിയോൻ്റെ ലാസ്റ്റിൽ വാട്സപ്പ് നമ്പർ ഇടുന്നുണ്ട്, വാട്സപ്പിൽ വരിക. അപ്പോൾ ആവശ്യക്കാർക്ക് നോട്ട്സ് പെയ്ഡാണ് കേട്ടോ, അത് പ്രത്യേകം പറയുകയാണ്, ആവശ്യമുള്ളവർക്ക് നൽകുന്നതായിരിക്കും. ഇനി നമുക്ക് 5ാമത്തെ ബ്ലോക്കിൽ പ്രധാന ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാത്തിനും നമ്മൾ പറയുന്നത് തന്നെയാണല്ലോ. അപ്പോൾ നോക്കാം. നെയിം ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് യൂണിറ്റ് ആണ് കേട്ടോ, 5ാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ. നെയിം ദ ബ്രിട്ടീഷ് സോഷ്യലിസ്റ്റ് ലീഡർ ഹൂ അഡ്വക്കേറ്റഡ് ഫോർ സ്ട്രൈക്സ് ഇൻ ദ ആംസ് ഇൻഡസ്ട്രി, ട്രാൻസ്പോർട്ട് ആൻഡ് മൈനിങ് ആസ് എ മെഷർ ടു പ്രിവെൻറ്റ് ദ ബ്രേക്ക് ഔട്ട് ഓഫ് എ ജനറൽ വാർ ഓൺ ദ ഈവ് ഓഫ് വേൾഡ് വാർ ഫസ്റ്റ്. 1ാം ലോക മഹായുദ്ധത്തിൻ്റെ തലേന്ന് ഒരു പൊതുയുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് തടയുന്നതിനുള്ള നടപടിയായി ആയുധ വ്യവസായത്തിലും ഗതാഗതത്തിലും ഖനനത്തിലും പണിമുടക്കിന് വേണ്ടി വാദിച്ച ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റായിട്ടുള്ള നേതാവിൻ്റെ പേര് പറയുക എന്നാണ്. ആൻസർ കെയർ ഹാർഡിയാണ്. കെയർ ഹാർഡി എൻ്റെ ആൻസർ. രണ്ടാമത്തത് നെയിം ദ 3 സോഷ്യലിസ്റ്റ് ലീഡേഴ്സ് ഹൂ ടുക്ക് മേജർ പാർട്ട് ഇൻ ദ ഡ്രാഫ്റ്റിംഗ് ദ റെസൊല്യൂഷൻ കണ്ടംനിങ് വാർ ദാറ്റ് വാസ് അഡോപ്റ്റഡ് ബൈ ദ സെക്കൻഡ് ഇൻ്റർനാഷണൽ. 2ാം ഇൻ്റർനാഷണൽ അംഗീകരിച്ച യുദ്ധത്തെ അപലപിക്കുന്ന പ്രമേയം തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച 3 സോഷ്യലിസ്റ്റ് നേതാക്കളുടെ പേര് പറയുക എന്നാണ്. ആൻസർ ലെനിന്, മാർട്ടോസ്, പിന്നെ റോസ ലക്സംബർഗ്. ലെനിനും മാർട്ടോസും റോസ ലക്സംബർഗുമാണ് എൻ്റെ ആൻസർ. 3ാമത്തെ ക്വസ്റ്റ്യൻ, വേർ വാസ് ദ മീറ്റിംഗ് ഓഫ് ദ സെക്കൻഡ് ഇൻ്റർനാഷണൽ സൂൺ ആഫ്റ്റർ ദ ഔട്ട്ബ്രേക്ക് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. 1ാം ലോകമഹായുദ്ധം പുറപ്പെട്ട ഉടൻ 2ാം ഇൻ്റർനാഷണലിൻ്റെ യോഗം എവിടെയായിരുന്നു, എവിടെ വെച്ചാണ് ചേർന്നതെന്നാണ്. ആൻസർ ബ്രസ്സൽസിൽ വെച്ച്. 4, ഹൂ വാസ് ദ ഫേമസ് സോഷ്യലിസ്റ്റ് ലീഡർ ഓഫ് ഫ്രാൻസ് ഹൂ ഗോട്ട് അസാസിനേറ്റഡ് ഓൺ ദ ഈവ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. 1ാം ലോകമഹായുദ്ധത്തിൻ്റെ തലേന്ന് കൊല്ലപ്പെട്ട ഫ്രാൻസിലെ പ്രശസ്തനായ സോഷ്യലിസ്റ്റ് നേതാവ് ആരാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയാനാണ്. ആൻസർ ജീൻ ജൗറസ്. 5, നെയിം ദ ഫ്രഞ്ച് തിങ്കർ അസോസിയേറ്റഡ് വിത്ത് ക്രിസ്ത്യൻ സോഷ്യലിസം. ക്രിസ്ത്യൻ സോഷ്യലിസവുമായി ബന്ധപ്പെട്ട ഫ്രഞ്ച് ചിന്തകൻ്റെ പേര് പറയുക എന്നാണ്. ആൻസർ ഹെൻറി ഡി സെൻ സൈമൺ എന്നൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും പഠിച്ചിട്ടുണ്ട്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫ്രഞ്ച് തിങ്കർ ഹു അഡ്വക്കേറ്റഡ് കോഓപ്പറേറ്റീവ് സെറ്റിൽമെൻറ്റ്സ് ആസ് എ വേ ഓഫ് അച്ചീവിങ് ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എമംഗ് ദ വർക്കേഴ്സ്. തൊഴിലാളികൾക്കിടയിൽ സമ്പത്തിൻ്റെ ന്യായമായ വിതരണം കൈവരിക്കുന്നതിനുള്ള മാർഗമായി സഹകരണ കുടിയേറ്റങ്ങളെ കുറിച്ച് വാദിച്ച ഫ്രഞ്ച് ചിന്തകൻ ആരാണ്? ആൻസർ ചാൾസ് ഫോറിയർ. 7, നെയിം ദ തിങ്കർ ഹൂ റോട്ട് ദ 2 ഫേമസ് ആർട്ടിക്കിൾസ് വാട്ട് ഈസ് പ്രോപ്പർട്ടി ആൻഡ് സെക്കൻഡ് വൺ സിസ്റ്റം ഓഫ് ഇക്കണോമിക് കോൺട്രാഡിക്ഷൻസ്. എന്താണ് സ്വത്ത് അല്ലെങ്കിൽ വാട്ട് ഈസ് പ്രോപ്പർട്ടി, പിന്നെ സിസ്റ്റം ഓഫ് എക്കണോമിക് കോൺട്രാഡിക്ഷൻസ്, സാമ്പത്തിക വൈരുദ്ധ്യങ്ങളുടെ വ്യവസ്ഥ എന്നീ 2 പ്രശസ്ത ലേഖനങ്ങൾ എഴുതിയ ചിന്തകൻ്റെ പേര് പറയുക. ആൻസർ പ്രൗഡോൺ ആണ്. 8, ഹൂ ഈസ് റിഗാർഡഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് ബ്രിട്ടീഷ് സോഷ്യലിസം. ബ്രിട്ടീഷ് സോഷ്യലിസത്തിൻ്റെ സ്ഥാപകനായിട്ട് കണക്കാക്കുന്നത് ആരെയാണ്? ആൻസർ റോബർട്ട് ഓവൻ. 9, നെയിം ദ സ്പാനിഷ് ബോൺ ഫ്രഞ്ച് സോഷ്യലിസ്റ്റ് ഹൂ പബ്ലിഷ്ഡ് ദ ന്യൂസ് പേപ്പർ റിവ്യൂ ഓഫ് പ്രോഗ്രസ്. റിവ്യൂ ഡോ പ്രോഗ്രസ് എന്ന പത്രം പ്രസിദ്ധീകരിച്ച സ്പെയിനിൽ ജനിച്ച ഫ്രഞ്ച് സോഷ്യലിസ്റ്റിൻ്റെ പേര് പറയുക. ആൻസർ ലൂയിസ് ബ്ലാങ്ക്. 10, ഹൂ വാസ് ദ ഓതർ ഓഫ് ദാസ് ക്യാപിറ്റലിൻ്റെ രചയിതാവ് ആരാണ്? എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, കാറൽ മാർക്സ്. ഇനി അതിലെ 2 മാർക്ക്, ഫസ്റ്റ് യൂണിറ്റിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് സോഷ്യലിസം, എന്താണ് സോഷ്യലിസം? നമ്മളെ നോട്ടിൽ അത് ഫസ്റ്റിൽ സോഷ്യലിസം എന്ന് എഴുതിയാൽ തന്നെ തന്നിട്ടുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. 2ാമത്തത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യലിസം, വിവിധ തരം സോഷ്യലിസങ്ങൾ ഏതൊക്കെയാണ്? നോട്ടിലുണ്ട് എന്നാലും പറയാണ്. ടെക്നോക്രാറ്റിക് സോഷ്യലിസം, ഒലിഗാർക്കിക് സോഷ്യലിസം, പിന്നെ
ടോട്ടലിറ്റേറിയൻ സോഷ്യലിസം ആൻഡ് ഡെമോക്രാറ്റിക് സോഷ്യലിസം. ഇതാണ് വിവിധ തരം സോഷ്യലിസങ്ങൾ. മൂന്നാമത്തത് റൈറ്റ് എ നോട്ട് എബൌട്ട് പെരി ജോസഫ് പ്രൗഡോൺ. പെരി ജോസഫ് പ്രൗഡോണിനെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക. അതേ ഹെഡിങ്ങിൽ തന്നെ തന്നിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ ചേർത്ത് എഴുതാനാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ റൈസ് ഓഫ് തേർഡ് ഇൻ്റർനാഷണൽ? മൂന്നാം ഇൻ്റർനാഷണലിൻ്റെ രൂപീകരണത്തിന് അല്ലെങ്കിൽ മൂന്നാം ഇൻ്റർനാഷണലിൻ്റെ ഉദയത്തിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? അതും നോട്ടിൽ ആൻസറായിട്ട് തന്നിട്ടുണ്ട്. തേർഡ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് ഹെഡിങ്ങിൽ. ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. കാൾ മാർക്സ് പൊളിറ്റിക്കൽ ഐഡിയാസ് ഇൻക്ലൂഡഡ് 3 തിയറീസ്. എക്സ്പ്ലെയിൻ. കാൾ മാർക്സിൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ 3 സിദ്ധാന്തങ്ങൾ ഉൾപ്പെടുന്നതാണ്. വിശദീകരിക്കുക. അതും കാൾ മാർക്സും ഇതിന് അദ്ദേഹത്തിൻ്റെ തിയറീസും വച്ചിട്ട് ഒരു കാൾ മാർക്സ് ഹെഡിങ്ങിൽ തന്നെ തന്നിട്ടുണ്ട്. നോട്ടിൽ പഠിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സെക്കൻഡ് ഇൻ്റർനാഷണൽ. രണ്ടാം ഇൻ്റർനാഷണൽ വിശദമാക്കുക എന്നാണ്. അതും നോട്ടിൽ അതേ ഹെഡിങ്ങിലുണ്ട്. പിന്നെ 4 മാർക്കിന് മറ്റൊരു ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ മാർക്സിസ്റ്റ് സോഷ്യലിസം ആൻഡ് ജർമ്മൻ സോഷ്യലിസം. മാർക്സിൻ്റെ സോഷ്യലിസവും ജർമ്മൻ സോഷ്യലിസവും ഒന്ന് വേർതിരിക്കുക എന്നാണ്. അത് രണ്ടും 2 ഹെഡിങ് ആയിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടിലുള്ളത് ചേർത്ത് എഴുതിയാൽ മതി. 4ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ റൈസ് ഓഫ് സോഷ്യലിസം ഇൻ ആഫ്രിക്കൻ സെനേറിയോ ഇൻ അങ്കോള ആൻഡ് എത്യോപ്യ. ആഫ്രിക്കൻ സാഹചര്യത്തിൽ അങ്കോളയിലും എത്യോപ്യയിലും സോഷ്യലിസത്തിൻ്റെ ഉദയം വിവരിക്കുക എന്ന്. രണ്ടും ഹെഡിങ്ങിൽ ആദ്യം ആഫ്രിക്കൻ സെനേറിയോ എന്നൊരു ഹെഡിങ് ഉണ്ട്. പിന്നെ എത്യോപ്യ ഉണ്ട്. പിന്നെ അങ്കോള 2 ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അത് മുന്നിൽ ചേർത്തിട്ട് കുറച്ചൊന്ന് ചുരുക്കിയിട്ട് എഴുതുക. അത്രയും വേണ്ട, കുറച്ചൊന്ന് ചുരുക്കിയിട്ട്. ഇനി ഈ യൂണിറ്റിൽ നിന്ന് ഒരു എസ്സേ ചോദിക്കാൻ സാധ്യത ഉള്ളത്, എക്സ്പ്ലെയിൻ സോഷ്യലിസ്റ്റ് ട്രയംഫ് ഇൻ ചൈന. ചൈനയിലെ സോഷ്യലിസ്റ്റ് വിജയം വിശദമാക്കുക എന്നാണ്. അപ്പം അത് നോട്ടിൽ തന്നിട്ടുണ്ട്. സോഷ്യലിസ്റ്റ് ട്രയംഫ് ഇൻ ചൈന എന്നൊരു ഹെഡിങ്ങും ഉണ്ട്. സിവിൽ വാർ ഇൻ ചൈന എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ്ങും ഉണ്ട്. ആ 2 ഹെഡിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ് അതിൻ്റെ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. ടഫ് എസ്സേക്കുള്ളത് ആശയം ആവും. ഇനി 2ാമത്തെ യൂണിറ്റ് അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നെയിം ദ മിലിറ്ററി കമാൻഡർ ഹൂ എസ്റ്റാബ്ലിഷ്ഡ് എ വൈറ്റ് ഗവൺമെൻറ് ഇൻ സൈബീരിയ ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് സിവിൽ വാർ ഇൻ റഷ്യ. റഷ്യയിലെ ആഭ്യന്തര യുദ്ധകാലത്ത് സൈബീരിയയിൽ ഒരു വെള്ള സർക്കാർ സ്ഥാപിച്ച സൈനിക കമാൻഡറുടെ പേര് പറയുക. ആൻസർ അഡ്മിറൽ കോൾചാക്ക്. 2ാമത്തത്, വിച്ച് വാസ് ദ റസോ ജർമ്മൻ ട്രീറ്റി ദാറ്റ് മാർക്ക്ഡ് ദ വിത്ഡ്രോവൽ ഓഫ് റഷ്യ ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ. 1ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിൻവാങ്ങുന്നത് അടയാളപ്പെടുത്തിയ റസോ ജർമ്മൻ എന്ന എഴുതുക. ജർമ്മനി റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച കരാർ ഏതാണ്, ഉടമ്പടി ഏതാണെന്ന്. ആൻസർ ബ്രസ്റ്റ് ലിറ്റോവിസ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഉടമ്പടിയാണ്. റഷ്യ പിന്മാറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കിയ ഉടമ്പടി. 3ാമത്തത്, ഹു ഹാഡ് സെർവ്ഡ് ആസ് ദ കമ്മീഷണർ ഫോർ വാർ ഇൻ ദ ബോൾഷെവിക് ഗവൺമെൻറ് ദാറ്റ് കെയിം ടു പവർ ആഫ്റ്റർ ദ റവല്യൂഷൻ ഓഫ് 1917. 1917 വിപ്ലവത്തിന് ശേഷം അധികാരത്തിൽ വന്ന ബോൾഷെവിക് സർക്കാരിൽ യുദ്ധത്തിൻ്റെ കമ്മീഷണറായി പ്രവർത്തിച്ചത് ആരായിരുന്നു, അല്ലെങ്കിൽ ആരാണ്? ആൻസർ ട്രോട്സ്കി. 4ാമത്തെ ചോദ്യം, വിച്ച് വാസ് ദ ട്രീറ്റി ദാറ്റ് എൻഡഡ് ദ വാർ ബിറ്റ്വീൻ റഷ്യ ഓൺ ദ വൺ സൈഡ് ആൻഡ് പോളിഷ് ആൻഡ് ഫ്രഞ്ച് ഓൺ ദ അതർ ഓവർ ഉക്രൈൻ ഇൻ 1920. 1920 ഉക്രൈനുമായി ബന്ധപ്പെട്ട് ഒരു വശത്ത് റഷ്യയും മറുവശത്ത് പോളിഷും ഫ്രഞ്ചും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏതാണ്? ആൻസർ റിഗ ഉടമ്പടി. ട്രീറ്റി ഓഫ് റിഗ എന്ന് പറയും ഇംഗ്ലീഷിൽ. 5ാമത്തത്, വേർ ഹാഡ് ദ നാവൽ മ്യൂട്ടിനി എഗെയിൻസ്റ്റ് ദ ബോൾഷെവിക് ഇൻ മാർച്ച് 1920. 1920 മാർച്ചിൽ ബോൾഷെവിക്കുകാർക്കെതിരെ നാവിക കലാപം നടന്നത് എവിടെയാണ് എന്നുള്ള ക്രോൺസ്റ്റഡ് എന്നാണ് പറയുക. ക്രോൺസ്റ്റഡ് എന്ന് ഇംഗ്ലീഷിലുണ്ടാവും, ക്രോൺസ്റ്റഡ് എന്നാണ് മലയാളത്തിൽ വായിക്കുക കേട്ടോ. 6ാമത്തത്, നെയിം ദ കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ് ഹു ഒപ്പോസ്ഡ് ലെനിൻസ് പോളിസി ഓഫ് ന്യൂ എക്കണോമിക് പോളിസി. ലെനിൻ്റെ പുത്തൻ സാമ്പത്തിക നയത്തെ എതിർത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പേര് പറയുക എന്നാണ്. ആൻസർ കാമിനേവും സിനോവീവുമാണ് കേട്ടോ. കാമിനേവ് ആൻഡ് സിനോവീവ്. 7ാമത്തെ ചോദ്യം, നെയിം ദ സീക്രട്ട് ഏജൻസി യൂസ്ഡ് ബൈ ലെനിൻ ടു സപ്രസ് ഫങ്ഷണലിസം ഇൻ ദ പാർട്ടി. പാർട്ടിയിലെ പ്രവർത്തനക്ഷമത അടിച്ചമർത്താൻ ലെനിൻ ഉപയോഗിച്ച രഹസ്യ ഏജൻസിയുടെ പേരെന്താണെന്നാണ്. ആൻസർ ചേക. ക്രൂരനായ ചേക എന്ന് നമ്മുടെ നോട്ടിൽ കാണും നിങ്ങൾ. 8ാമത്തത്, ഹു വാസ് ദ മെയിൻ ഓർഗനൈസർ ഓഫ് ദ റെഡ് ആർമി ഇൻ റഷ്യ. റഷ്യയിലെ ചെമ്പടയുടെ അല്ലെങ്കിൽ ചുവന്ന പടയുടെ പ്രധാന രൂപകർത്താവ് ആരാണ്? ലിയോൺ ട്രോട്സ്കിയാണ്. ആൻസർ ട്രോട്സ്കി തന്നെയാണ്, ലിയോൺ ട്രോട്സ്കി. 9, നെയിം ദ ഇൻ്റലക്ച്വൽ ഹു അഡ്വക്കേറ്റഡ് ദ സ്ട്രാറ്റജി നോൺ ബൈ സോഷ്യലിസം ഇൻ വൺ കൺട്രി ഇൻ റഷ്യ ആഫ്റ്റർ ദ പീരിയഡ് ഓഫ് ലെനിൻ.
ലെനിൻ്റെ കാലഘട്ടത്തിന് ശേഷം റഷ്യയിൽ ഒരു രാജ്യത്തൊരൊറ്റ സോഷ്യലിസം എന്ന രീതിയിൽ ഒരു തന്ത്രത്തിന് വേണ്ടി വാദിച്ച ബുദ്ധിജീവിയുടെ പേര് പറയുക. ആൻസർ ബുഖാരിൻ. 10 ഹു വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടർ ഓഫ് ദ സ്ട്രാറ്റജി ഓഫ് പെർമനൻറ്റ് റെവല്യൂഷൻ ഇൻ ദ USSR. സോവിയറ്റ് യൂണിയനിൽ സ്ഥിര വിപ്ലവം എന്ന തന്ത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണക്കാരൻ ആരാണ്? ആൻസർ ട്രോട്സ്കി. വിപ്ലവം ഉണ്ടെങ്കിൽ പിന്നെ ട്രോട്സ്കി. ഇനി അതിലെ സെക്കൻഡ് യൂണിറ്റിലെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് വാർ കമ്മ്യൂണിസം? എന്താണ് യുദ്ധ കമ്മ്യൂണിസം? നോട്ടിലുണ്ട്, തന്നിട്ട് നോക്കി പഠിക്കാം. രണ്ടാമത്തത്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ USSR കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 1936? 1936 അമേരിക്കൻ ഭരണഘടനയുടെ സവിശേഷതകൾ, സോവിയറ്റ് യൂണിയൻ്റെ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 1936 എന്നുള്ള ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നോക്കി പഠിക്കുക. മൂന്നാമത്തത്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ പീരിയഡ് ഓഫ് തോവ് കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അതിൻ്റെ ആൻസറും നോട്ടിൽ തോവ് പീരിയഡ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ്ങിലുണ്ട്, പഠിക്കുക. നാലാമത്തത്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻ്റ് ഇക്കണോമിക് പോളിസീസ് ഓഫ് ബ്രഷ്നേവിൻ്റെ പ്രധാന സാമ്പത്തിക നയങ്ങൾ എന്തെല്ലാമാണ്? ഇത് അങ്ങനെ തന്നെ ഹെഡിങ് കൊണ്ട് നോട്ടിൽ നോക്കിയിട്ട് പഠിക്കുക. ഇനി അതിലെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. എക്സ്പ്ലെയിൻ റഷ്യൻ സിവിൽ വാർ. റഷ്യൻ ആഭ്യന്തര യുദ്ധം വിവരിക്കാൻ നോട്ടിൽ തന്നിട്ടുണ്ട്. 2, ഡിസ്കസ് ലെനിൻസ് ന്യൂ എക്കണോമിക് പോളിസി, അല്ലെങ്കിൽ ലെനിൻസ് NEP എന്ന് പറയും. NEP എന്ന് പറഞ്ഞാൽ ന്യൂ എക്കണോമിക് പോളിസിയാണ്. ലെനിൻ്റെ പുത്തൻ സാമ്പത്തിക നയം ചർച്ച ചെയ്യുക, അതും നോട്ടിലെ ഹെഡിങ്ങിലുണ്ട്. പിന്നെ മൂന്നാമത്തത്, എക്സ്പ്ലെയിൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഓഫ് ക്രൂഷ്ചേവിൻ്റെ ഭരണപരമായ പരിഷ്കാരങ്ങൾ വിവരിക്കാനാണ് നോട്ടിലുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ ഉൾപ്പെടുത്തി എഴുതണം എന്ന് വെച്ചാൽ, റിഫോംസ് ഓഫ് ക്രൂഷ്ചേവിൻ്റെ ഹെഡിങ് വരണം. പിന്നെ കാർഷിക നയങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ, അഗ്രികൾച്ചറൽ പോളിസി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ ഹെഡിങ്ങിൽ വരണം. പിന്നെ തോവ് കാലഘട്ടം അതിൽ വരണം, തോവ് പീരിയഡ് വരണം. പിന്നെ അദ്ദേഹത്തിൻ്റെ വിദേശ നയം എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളോട് എങ്ങനെയാണ് ഇടപഴകിയിരുന്നതെന്നൊരു ഹെഡിങ് കൊടുക്കുന്നുണ്ട്, അതോടി ചേർത്ത് എഴുതിയാലാണ് അതിൻ്റെ ആൻസർ ആവുക കേട്ടോ. കുറച്ച് എഴുതാനുണ്ടാവും. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്. മഹത്തായ കുതിച്ചുചാട്ട ചർച്ച ചെയ്യുക. ചൈനയിലുണ്ടായതാണ്, നോട്ടിൽ അതേ ഹെഡിങ്ങിൽ തന്നിട്ടുണ്ട്, പഠിക്കാം. 5ാമത്തത്, വാട്ട് ഈസ് തിയാനൻമെൻ സ്ക്വയർ മാസക്കർ 1989? 1989 ട്രിയാനൻമെൻ സ്ക്വയറിലെ കൂട്ടക്കൊല എന്താണ് ചർച്ച ചെയ്യാൻ. അത് ഒരു സ്വാഭാവിക സംഭവമാണ്, എന്നാലും നോട്ടിൽ അങ്ങനെ ഹെഡിങ്ങിൽ തന്നിട്ട് മാസക്കർ എന്നുണ്ടാവില്ല. ട്രിയാനൻമെൻ സ്ക്വയർ 1989 ഹെഡിങ് ഉണ്ടാവും, അതിലുള്ളത് എഴുതിയാൽ മതി കേട്ടോ. ഇനി അതിൽ നിന്ന് വരുന്ന എസ്സേ നോക്കുക. അതിൽ നിന്നൊരു എസ്സേ അല്ല കേട്ടോ, അതിൽ നിന്നൊരു 4 എസ്സേ ഉണ്ട് ഈ യൂണിറ്റ് എന്ന്, 2ാമത്തെ യൂണിറ്റ് എന്ന്. എക്സ്പ്ലെയിൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസ് ഓഫ് സ്റ്റാലിൻ്റെ ഭരണ നയങ്ങൾ വിവരിക്കാനാണ്. അത് എസ്സേ ആയിട്ട്. അപ്പോൾ അത് ഏതൊക്കെ അത് നോട്ടിലുണ്ട്. എഴുതേണ്ടത് റൈസ് ഓഫ് സ്റ്റാലിൻ പീരിയഡ്, അല്ലെങ്കിൽ സ്റ്റാലിൻ ടു പവർ എന്നുള്ളത്. പിന്നെ എക്കണോമിക് പോളിസീസ് അദ്ദേഹത്തിൻ്റെ, പിന്നെ പൊളിറ്റിക്കൽ സപ്രഷൻ അടിച്ചമർത്തലുകൾ, പിന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നല്ലോ എന്താണ് അദ്ദേഹത്തിൻ്റെ ഫോറിൻ പോളിസി, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് 1936, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ലൈഫ്. ഇത്രയും ഹെഡിങ്ങിൽ വരുന്നത് ആ എസ്സേയിൽ ചേർത്ത് എഴുതണം. 2ാമത്തെ അതിൽ നിന്ന് വരുന്ന എസ്സേ ആണ്, എക്സ്പ്ലെയിൻ ദ റിഫോംസ് ഓഫ് ഗോർബച്ചേവ് ആൻഡ് വാട്ട് ആർ ദ റീസൺസ് ഫോർ ദ ഫെയിലിയർ ഓഫ് ഹിസ് റിഫോംസ്. ഗോർബച്ചേവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എന്തെല്ലാമാണ്? അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ വിശദമാക്കുക, റെഡി ചേർത്തിട്ടാണ്. ഇപ്പോൾ നോട്ടിൽ ഗോർബച്ചേവ് ഇയേഴ്സ്, ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയിക്ക, ഫെയിലിയർ ഓഫ് റിഫോംസ്, ഡിസൊല്യൂഷൻ ഓഫ് ദ റിപ്പബ്ലിക്, ഇത്രയും ഹെഡിങ്ങിൽ വരുന്ന കാര്യങ്ങളെ ചേർത്ത് എഴുതി കൊടുക്കുക. 3ാമത്തത്, മൂന്നാമത്തെ എസ്സേ കേട്ടോ, എസ്റ്റിമേറ്റ് ദ ഡിസ്മെമ്പർമെൻറ്റ് ഓഫ് ദ സോഷ്യലിസ്റ്റ് റെജീംസ് ഇൻ ഈസ്റ്റേൺ യൂറോപ്പ്. വളരെ പ്രധാനപ്പെട്ട ഒരു എസ്സേയാണ്. കിഴക്കൻ യൂറോപ്പിലെ സോഷ്യലിസ്റ്റ് ഭരണകൂടങ്ങളുടെ ശിഥിലീകരണം വിലയിരുത്തുക എന്നാണ്. അത് നമ്മുടെ നോട്ടിലുണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ ശിഥിലീകരണം കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ അത് നോക്കിയിട്ടാണ് ആൻസർ ചെയ്യാണ് വേണ്ടത് കേട്ടോ. 4ാമത്തെ എസ്സേ, അസസ് ദ ഇമ്പാക്റ്റ് ഓഫ് ദ സോഷ്യലിസ്റ്റ് റവല്യൂഷൻ ഇൻ ചൈന ഓൺ ദെയർ സൊസൈറ്റി ആൻഡ് ഇക്കണോമി. ചൈനയിലെ സോഷ്യലിസ്റ്റ് വിപ്ലവം അവരുടെ സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും ചെലുത്തിയ സ്വാധീനം വിലയിരുത്താനാണ്. അതിൽ ചൈന എന്ന ഹെഡിങ്ങിൽ വരുന്നത് എഴുതണം. പിന്നെ ചൈന ആൻഡ് ഇറ്റ്സ് പ്രോബ്ലംസ് എഴുതണം. പിന്നെ ചേഞ്ചസ് ഇൻ ദ എക്കണോമി, ചൈനയിലെ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ എഴുതണം. പിന്നെ ദ 100 ഫ്ലവർ ക്യാമ്പയിൻ വേണം. പിന്നെ ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് വരണം. പിന്നെ ദ കൾച്ചറൽ റവല്യൂഷൻ വേണം. പിന്നെ ഡെവലപ്മെൻറ്റ്സ് ഇൻ പോസ്റ്റ് മാവോ ഇറ, മാവോയുടെ തുടക്കത്തിന് മുന്നേ ഉണ്ടായ ഡെവലപ്മെൻറ്റ്സ്, വികസനങ്ങൾ കൂടി ചേർത്ത് അത്രയും ഹെഡിങ്ങിൽ വരുന്നത് ആ ഒരു എസ്സേയിൽ ഉൾപ്പെടും. അപ്പോൾ ഇതിന്ന് 4 എസ്സേസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിന്ന് എസ്സേ പഠിക്കണം. ഈ ഒരു യൂണിറ്റ് നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ ഈ ഒരു യൂണിറ്റ് എങ്കിലും നോട്ട് വാങ്ങി പഠിക്കണം, മലയാളം നോക്കി എഴുതി തയ്യാറാക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ.
ഇനി നമുക്കതിലെ അഞ്ചാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ആദ്യം വൺ വേർഡ്. വിച്ച് കൺട്രി കൺട്രോൾഡ് ട്രാൻസ് ജോർദാൻ ആൻഡ് പലസ്തീൻ ആസ് മാൻഡേറ്റഡ് ടെറിട്ടറീസ്? ഏത് രാജ്യമാണ് ട്രാൻസ് ജോർദാനെയും പലസ്തീനെയും നിർബന്ധിത പ്രദേശങ്ങളായി നിയന്ത്രിച്ചത് എന്ന്? ആൻസർ ബ്രിട്ടനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി ലെഡ് സിറിയ ആസ് എ മാൻഡേറ്റഡ് ടെറിട്ടറി? ഏത് രാജ്യമാണ് സിറിയയെ നിർബന്ധിത പ്രദേശമാക്കിയത്? ആൻസർ ഫ്രാൻസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് കൺട്രി ഹാഡ് റുവാണ്ട ഉറുണ്ടി ആസ് കോളനീസ്? ഏത് രാജ്യത്താണ് റുവാണ്ട ഉറുണ്ടി കോളനികളായി ഉണ്ടായിരുന്നത്? ആൻസർ ബെൽജിയം. 4. വാട്ട് ഈസ് ദ വളണ്ടറി അസോസിയേഷൻ ഓഫ് ഫോമർ ബ്രിട്ടീഷ് കോളനീസ് ഫോംഡ് ടു മെയിൻറ്റെയിൻ സോഷ്യോ കൾച്ചറൽ ആൻഡ് എക്കണോമിക് ടൈസ് കോൾഡ്? സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച മുൻ ബ്രിട്ടീഷ് കോളനികളുടെ സന്നദ്ധ സംഘടനയെ എന്താണ്? അതായത് ബ്രിട്ടൻ്റെ പഴയ കോളനികളെല്ലാം ചേർത്ത് വിളിക്കുന്ന പേര് എന്താണെന്നാണ് ആ ചോദ്യം. അതങ്ങനെ എല്ലാം സാംസ്കാരികവും ഒക്കെ പറഞ്ഞു എന്നുള്ളൂ. ആൻസർ കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്ന് പറയാറില്ലേ, അത് തന്നെ. അഞ്ചാമത്തത്. വാട്ട് ഈസ് നോർത്ത് റൊഡേഷ്യ നൗ നോണസ്? ദക്ഷിണ റൊഡേഷ്യ വടക്കൻ റൊഡേഷ്യ അല്ലെങ്കിൽ നോർത്ത് റൊഡേഷ്യ ഇപ്പോൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ്? ആൻസർ സിംബാബ്വെ. 6. വിച്ച് പാർട്ടി സ്പിയർ ഹെഡഡ് ദ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പാർട്ടി ഏതാണ്? INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 7. ഹൂ ആർ ദ ലീഡേഴ്സ് ദാറ്റ് സൈൻഡ് ദ അറ്റ്ലാന്റിക് ചാർട്ടർ, എ ജോയിൻറ്റ് ഡിക്ലറേഷൻ ബൈ ദ US ആൻഡ് ബ്രിട്ടൻ? US-ൻ്റെ അല്ലെങ്കിൽ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സംയുക്ത പ്രഖ്യാപനമായ അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച നേതാക്കൾ ആരെല്ലാമായിരുന്നു? ആൻസർ റൂസ്വെൽറ്റും ചർച്ചിലും. 8. വിച്ച് അസോസിയേഷൻ ലെഡ് ദ മെഷർമെൻറ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ നമീബിയ? ഏത് സംഘടനയാണ് നമീബിയയിൽ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം നൽകിയത്? ആൻസർ സൗത്ത് വെസ്റ്റ് ആഫ്രിക്കൻ പീപ്പിൾസ് ഓർഗനൈസേഷൻ, സ്വാപ്പോ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൂ ലെഡ് ദ ലിബറേഷൻ സ്ട്രഗിൾ ഇൻ പലസ്തീൻ? പലസ്തീനിലെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു വ്യക്തിയല്ല കേട്ടോ, ഒരു സംഘടനയാണ്. PLO ആണ്, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനാണ് ആൻസർ. 10. ഹൂ സ്റ്റാർട്ടഡ് ദ 100 ഫ്ലവേഴ്സ് ക്യാമ്പയിൻ? ആരാണ് 100 പൂക്കൾ ക്യാമ്പയിൻ ആരംഭിച്ചത്? ആൻസർ മാവോ സേത്തൂങ്. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഹൗ വീക്കെൻഡ് ഇമ്പീരിയലിസം ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ? രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സ്വാധീനം സാമ്രാജ്യത്വത്തെ എത്രമാത്രം ദുർബലമാക്കി? നോട്ടിലുണ്ട് ആൻസർ, ഹെഡിങ് ഉണ്ട്, അതേപോലെ തന്നെ നോക്കിയിട്ട് പഠിക്കുക. രണ്ടാമത്തത്. ഡിസ്കസ് ദ സോളിഡാരിറ്റി ഓഫ് ദ ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് മൂവ്മെൻറ്റ്സ്? സാമ്രാജ്യത്വ വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ ഐക്യദാർഢ്യം ചർച്ച ചെയ്യുക, അതും നോട്ടിൽ ഹെഡിങ്ങിലുണ്ട്, നോക്കി പഠിക്കുക. മൂന്നാമത്തത്. ഡിസ്കസ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് സിംഗപ്പൂരിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എഴുതാനാണ്, അതും സിംഗപ്പൂർ എന്ന ഹെഡിങ്ങിൽ നോട്ടിൽ തന്നിട്ടുണ്ട്. നാലാമത്തത്. ഡിസ്ക്രൈബ് ദ ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ കെനിയയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം വിവരിക്കാനാണ്, അതും കെനിയ എന്ന ഹെഡിങ്ങിൽ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ റോൾ ഓഫ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഇൻ ഡീകൊളനൈസേഷൻ? അപകോളനിവൽക്കരണത്തിൽ അന്താരാഷ്ട്ര സംഘടനകളുടെ പങ്ക് ചർച്ച ചെയ്യുക, അതും അതിൻ്റെ ഹെഡിങ്ങിൽ നോട്ടിൽ തന്നിട്ടുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. ഇനി അതിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ സുകാർണോസ് റോൾ ഇൻ ഇന്തോനേഷ്യ? ഇന്തോനേഷ്യയിൽ സുകാർണോയുടെ ഭരണത്തെക്കുറിച്ച് വിശദീകരിക്കുക, നോട്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നോക്കിയിട്ട് പഠിക്കുക. അടുത്തത്. എക്സ്പ്ലെയിൻ ദ റൈസ് ഓഫ് ഡെമോക്രസി ഇൻ ജപ്പാൻ? ജപ്പാനിലെ ജനാധിപത്യത്തിൻ്റെ ഉയർച്ച വിശദീകരിക്കുക, അതേ ഹെഡിങ്ങിൽ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത മൂന്നാമത്തത്. അനലൈസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡെമോക്രസി ഇൻ കോങ്കോയിലെ ജനാധിപത്യ സ്ഥാപനം വിശകലനം ചെയ്യുക, അതിന് കോങ്കോ എന്ന ഹെഡിങ്ങിൽ നോട്ടിൽ തന്നിട്ടുണ്ട്, നോക്കിയിട്ട് പഠിക്കുക. പിന്നെ എക്സ്പ്ലെയിൻ ദ ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ സൗത്ത് ആഫ്രിക്കയിലെ അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം വിവരിക്കുക, സൗത്ത് ആഫ്രിക്ക എന്ന ഹെഡിങ്ങിൽ തന്നെ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് വരുന്ന എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ? ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വിശദീകരിക്കുക. അപ്പോൾ യുദ്ധങ്ങളാണ് അതിൽ കാര്യമായിട്ട് വരുന്നത്, നമ്മുടെ നോട്ടിലുണ്ട്. അതിൽ വരുന്നത് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, പിന്നെ ബംഗ്ലാദേശ് ആസാൻ ഇൻഡിപെൻഡൻറ്റ് നാഷൻ, 2 ഹെഡിങ്ങിലെ കാര്യങ്ങളാണ് അതിൽ ആൻസറായിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി 4ാമത്തെ യൂണിറ്റ്, അതിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഡു യു മീൻ ബൈ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി? വ്യാവസായിക സമൂഹം എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത്? അതിൻ്റെ ആൻസർ വലിയ അളവിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപകരണങ്ങളുടെ ഉപയോഗത്തിന് മുൻഗണന നൽകുന്ന സമൂഹമാണ്. രണ്ടാമത്തത്. ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം പോസ്റ്റ് ഇൻഡസ്ട്രിയൽ? വ്യാവസായികാനന്തരം എന്ന പദം അവതരിപ്പിച്ചതാരാണ്? ഡാനിയൽ ബെൽ. 3. ഹു ഈസ് ദ ഓതർ ഓഫ് ദ കമ്മിങ് ഓഫ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, എ വെഞ്ചർ ഇൻ സോഷ്യൽ ഫോർകാസ്റ്റിംഗ്? വ്യാവസായികാനന്തര സമൂഹത്തിൻ്റെ വരവ്, സാമൂഹിക പ്രവചനത്തിലെ ഒരു സംരംഭം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ആൻസർ അതും ഡാനിയൽ ബെൽ തന്നെ. 4.
വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി? വ്യാവസായികാനന്തര സമൂഹത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്നാണ് ആൻസർ. ഉൽപ്പാദന മേഖലയിൽ സേവന മേഖലയ്ക്ക് മുൻതൂക്കം ലഭിച്ചു എന്ന് മനസ്സിലാക്കി. 5 മെൻഷൻ എനി വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. കുറേ ഉണ്ട്, അത് നിങ്ങൾ നോട്ടിലുണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ കൊടുത്തു, നിങ്ങളുടെ പുസ്തകത്തിലും കൊടുത്തു, അതായതുകൊണ്ട് അതന്നെ കൊടുത്തത്. എന്താണ് വ്യാവസായികാനന്തര സമൂഹത്തിൻ്റെ ഏതെങ്കിലും സ്വഭാവ സവിശേഷതയിൽ നീലക്കോളർ മാനുവൽ തൊഴിലാളികൾക്ക് പകരം സാങ്കേതിക പ്രൊഫഷണൽ തൊഴിലാളികളെ നിയമിക്കാൻ തുടങ്ങി എന്നതാണ്. 6ാമത്തത് നെയിം ദ ഫ്രഞ്ച് സോഷ്യലിസ്റ്റ് ഹൂ പബ്ലിഷ്ഡ് ദ ഫസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് വർക്ക് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഇൻ 1969. 1969 പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന ആശയത്തെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രധാന കൃതി പ്രസിദ്ധീകരിച്ച ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റിൻ്റെ പേരെഴുതാനാണ്. ആൻസർ അലൻ ടൊറൈൻ. 7 ദ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഈസ് ഡെസിഗ്നേറ്റഡ് ആസ്. പോസ്റ്റ് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ വ്യാവസായികാനന്തര സമൂഹം നിയുക്തമാക്കിയത് ആരാണെന്നാണ്, അല്ലെങ്കിൽ എന്താണ് അതിനങ്ങനെ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്? ഇൻഫർമേഷൻ, വിവരങ്ങൾ. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് എ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. വ്യാവസായികാനന്തര സമൂഹത്തിനൊരു ഉദാഹരണം എഴുതുക. അമേരിക്ക, USA. ഇനി അതിൽ 2 മാർക്കിന് ക്വസ്റ്റ്യൻ ഇല്ല, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തത് ഡിസ്കസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡസ്ട്രിയൽ ആൻഡ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്. വ്യാവസായികാനന്തര സമൂഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ചർച്ച ചെയ്യുക. നോട്ടിൽ അതേ ഹെഡിങ്ങിലുണ്ട്, നോക്കി എഴുതാം, നോക്കി പഠിക്കുക. 2 എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. വ്യാവസായികാനന്തര സമൂഹത്തിൻ്റെ ഉത്ഭവം വിശദീകരിക്കുക. നോട്ടിൽ അതേപോലെ ഹെഡിങ്ങിലുണ്ട്, പഠിക്കുക. 3 എക്സാമിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. വ്യാവസായികാനന്തര സമൂഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളും പ്രാധാന്യവും പരിശോധിക്കുക എന്നാണ്. 2 ഹെഡിങ്ങിലായിട്ട് കൊടുത്തിട്ടുണ്ട്, 2 ഹെഡിങ്ങിലുള്ളതും ചേർത്ത് എഴുതുക. 4 എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് സർവീസ് സെക്ടർ ഇൻ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. വ്യാവസായികാനന്തര സമൂഹത്തിലെ സേവന മേഖലയുടെ പ്രാധാന്യം വിശദീകരിക്കുക. അങ്ങനെ തന്നെ നോട്ടിലെ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. 5ാമത്തെ ക്വസ്റ്റ്യൻ 4 മാർക്കിന് എക്സ്പ്ലെയിൻ ദ സോഷ്യലിസ്റ്റ് ഇൻഫ്ലുവൻസ് ഓൺ പോസ്റ്റ് ഇൻഡസ്ട്രിയലിസം. വ്യവസായത്തിന് ശേഷമുള്ള സാമൂഹിക സ്വാധീനം വിശദീകരിക്കുക എന്നാണ്. അതും നോട്ടിലുണ്ട്, നോക്കി പഠിക്കുക. ഇനി ഇതിൽ നിന്നൊരു എസ്സേ പ്രതീക്ഷിക്കാവുന്നത് ഡിസ്കസ് ദ ക്രിറ്റിക്സ് ഓഫ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്നാണ്. വ്യാവസായികാനന്തര സമൂഹങ്ങളുടെ വിമർശനങ്ങൾ, അതിനെതിരെ ഉണ്ടായ വിമർശനങ്ങൾ ചർച്ച ചെയ്യാനാണ്. അപ്പോൾ അത് എഴുതുമ്പോൾ ആദ്യം നമ്മൾ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഈ ചാപ്റ്ററിൻ്റെ യൂണിറ്റിൻ്റെ ഫസ്റ്റിൽ വരുന്നുണ്ടല്ലോ, അത് എഴുതുക. അത് എഴുതി കഴിഞ്ഞിട്ട് എന്തെഴുതുക? വ്യൂസ് ആൻഡ് ക്രിറ്റിസിസം എന്നുള്ള ഹെഡിങ്ങിൽ വരുന്ന കാര്യങ്ങൾ കൂടി ചേർത്ത് എഴുതിയാൽ ആ എസ്സേൻ്റെ ആൻസറായി. അപ്പോൾ 5ാമത്തെ ബ്ലോക്ക് കൂടെ കഴിഞ്ഞ് ഇനി ഒരു ബ്ലോക്ക് കൂടി വേൾഡ് ഹിസ്റ്ററിൻ്റെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് EVS നോക്കാനായിട്ട് കേട്ടോ. ഓക്കെ, താങ്ക്സ്.